ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ സ്ത്രീക്ക് സംഭവിച്ചതെന്ത്? 2008 കണ്ണൂരിലെ ഒരു മലയോര മേഖലയിൽ നടന്ന ക്രൂരമായ കൊലപാതകം. സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഒരേ നാട്ടുകാരായ യുവതീ യുവാക്കൾ പ്രണയത്തിലാവുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അവർക്ക് അവരുടെ നാട്ടിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ അവിടെ നിന്ന് ഒളിച്ചോടി കണ്ണൂരിലെ ഒരു ഗ്രാമീണ മേഖലയിലെത്തുന്നു. യുവാവിന് പ്രായം 24, യുവതിക്ക് 36. ഇത് യുവതിയുടെ 2ാം വിവാഹമാണ്. ആദ്യ ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ച് സ്വന്തം നാട് വിട്ട് ദൂരെ ദൂരെ കാമുകനുമൊത്ത് ഒരു പുതിയ മേച്ചിൽപ്പുറം തേടി എത്തിയിരിക്കുകയാണ്. തിരുവിതാംകൂറിൽ നിന്നുള്ള ആളുകൾ കുടിയേറി പാർക്കുന്ന മലയോര പ്രദേശം. കുന്നുകളും പുഴകളും ഒക്കെയായി പ്രശാന്തസുന്ദരമായൊരിടം. യുവതീ യുവാക്കൾ അവിടെ അവരുടെ പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങി. റബ്ബർ വെട്ടൽ, കൂലിപ്പണി തുടങ്ങിയ അറിയാവുന്ന ജോലികൾ ചെയ്ത് യുവാവ് തന്റെ കുടുംബം പുലർത്തി. സന്തോഷം നിറഞ്ഞു നിന്ന നാളുകൾ. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് യുവാവ് ജോലിക്ക് പോകുന്ന സമയം യുവതി വീട്ടിൽ തനിച്ചാവുന്നു. ഈ വിരസത ഒഴിവാക്കാനായി ഭർത്താവിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും യുവതി ആ പ്രദേശത്ത് തന്നെയുള്ള സ്ത്രീ കൂട്ടായ്മയിൽ അംഗമാവുന്നു. ഇരുവരും ബന്ധുക്കളുമായി അടുപ്പമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും ഈ കൂട്ടായ്മയിലെ സ്ത്രീകളുമായി യുവതിയും യുവാവും നല്ല ആത്മബന്ധം പുലർത്തി വരുന്നു. തത്ഫലമായി യുവതിയുടെ സുഹൃത്തുക്കൾ ഒഴിവു സമയങ്ങളിൽ ഇവരുടെ വീട്ടിലേക്കും വന്നു തുടങ്ങി. അവരെല്ലാവരും ഒത്തുകൂടി ഭക്ഷണം പാകം ചെയ്യുന്നതും സംസാരിക്കുന്നതുമെല്ലാം പതിവായി തുടങ്ങി. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ യുവതിയുടെ മനസ്സിൽ ഭർത്താവിനെതിരെ ഒരു സംശയത്തിന്റെ വിത്ത് പൊട്ടിമുളയ്ക്കുന്നു. കൂട്ടത്തിലുള്ളവരുമായി ഭർത്താവിന് വഴിവിട്ട ബന്ധമുണ്ടെന്നും തന്നേക്കാൾ കൂടുതൽ ഭർത്താവ് അവരെ പരിഗണിക്കുന്നുവെന്നും അവൾക്ക് തോന്നിത്തുടങ്ങി. തോന്നലുകൾ പതിയെ പിറുപിറുക്കലുകളിലേക്കും കുറ്റബോധത്തിലേക്കും വഴിതിരിയുന്നു. തികച്ചും സ്വാർത്ഥിയായിരുന്ന അവൾ ഭർത്താവിനെ ഒരു ചതിയനെ പോലെ നോക്കിക്കണ്ടു. പ്രണയം പൊലിഞ്ഞു. ജീവിതത്തിന്റെ നിറങ്ങൾ മങ്ങിത്തുടങ്ങി. രാത്രിയിൽ അവൾ അയാളോട് പരിഭവങ്ങൾ മാത്രം പറഞ്ഞു തുടങ്ങി. 2 കുഞ്ഞുമക്കളെ ഉപേക്ഷിക്കേണ്ടിയിരുന്നില്ലെന്നും സ്നേഹസമ്പന്നനായ ആദ്യ ഭർത്താവിനെ വഞ്ചിക്കേണ്ടിയിരുന്നില്ലെന്നും നിങ്ങൾക്കെന്നെ ഇപ്പോൾ പഴയതുപോലെ സ്നേഹമില്ലാതായിരിക്കുന്നു എന്നും അവൾ അയാളോട് പുലമ്പി. പിന്നീട് അങ്ങോട്ട് ഇരുവർക്കും സ്വസ്ഥത നഷ്ടപ്പെട്ട സമാധാനമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതം മടുത്ത് ഒരു നാൾ തികച്ചും നിർവികാരനായി തീർന്ന ആ 26-കാരൻ താൻ അതുവരെ സ്നേഹിച്ച, പ്രണയിച്ച ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ച് തനിക്ക് വേണ്ടി തനിക്കൊപ്പം വന്ന തന്റെ ഭാര്യയെ അവൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ വെട്ടുകത്തികൊണ്ട് ഒറ്റ വെട്ടിന് വകവരുത്തി. മരിച്ചു എന്നുറപ്പ് വരുത്തിയിട്ടും അയാൾക്ക് അവളോടുള്ള പക ഒടുങ്ങിയില്ല. പട്ടണത്തിൽ നിന്നും നേരത്തെ വാങ്ങിവെച്ച വാളുകൊണ്ട് അയാൾ അവളെ 32 കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി. ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ കഥ പിന്നീടാണ് നാട്ടുകാരറിയുന്നത്. കൊലപാതക ശേഷം ഭാര്യയെ അന്വേഷിച്ച അയൽക്കാരോട് അവൾ നാട്ടിൽ പോയെന്ന കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പിറ്റേന്ന് ഇയാൾ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറമ്പിൽ ഒരു പന്നി കെണിയിൽ പെട്ടിട്ടുണ്ടെന്നും ഫോറസ്റ്റുകാരറിയാതെ അടുത്തുള്ള പുഴയിൽ ഒഴുക്കണമെന്നും അതിന് നല്ല ഭാരമുള്ളതിനാൽ ഒന്ന് സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ ഇയാളുടെ പെരുമാറ്റത്തിലെ പരിഭ്രമം മനസ്സിലാക്കി കൂട്ടുകാരൻ കാര്യം സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുന്നു. മെമ്പർ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. പോലീസുകാരെത്തി യുവാവിനെ ചോദ്യം ചെയ്തു. അടുക്കളക്കോണിൽ ചാരിവെച്ച ചാക്കിനകത്ത് എന്താണ് എന്ന പോലീസുകാരുടെ ചോദ്യത്തിന് ഒരു തണുത്ത മറുപടിയാണ് അയാൾ നൽകിയത്. അതെന്റെ ഭാര്യ സാറേ, ഞാൻ അവളെ കൊന്നു, വെട്ടി 32 കഷ്ണമാക്കി. നിങ്ങൾക്കത് തുറന്നു നോക്കാം. ഒരു പ്രണയത്തിന്റെ പരിസമാപ്തി ആ ചാക്കിനുള്ളിൽ നാറ്റം വമിക്കും വിധം വിരൂപമായി കിടന്നു. വേലിച്ചാടിയ പശുവിന് കോലുകൊണ്ട് മരണം എന്ന പഴമൊഴി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.